മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ ഏത് രീതിയിലാണെന്നും പീഡനത്തിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു സോഷ്യൽ പെർസിക്യൂഷൻ, സ്പിരിച്വൽ പെർസിക്യൂഷൻ, അതുപോലെ ശരീരത്തിൽ നമ്മുടെ ജഡത്തിലുള്ള പെർസിക്യൂഷൻ, ഇതിനെല്ലാം കുറിച്ച് ചിന്തിച്ചു. സാത്താൻ്റെ ഉപജ്ഞാതാവെന്നെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പെർസിക്യൂഷനകത്ത് നമ്മുടെ റെസ്പോൺസ് എന്താണ്, ക്രിസ്ത്യൻസ് റെസ്പോൺസ് ടു പെർസിക്യൂഷൻ. ഈ കഷ്ടത അല്ലെങ്കിൽ ഈ പീഡനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഷുഡ് ഷോ ദ ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് എൻഡ്യൂറൻസ്. നമ്മൾ വിശ്വസ്തരായിരിക്കണം, നമ്മൾ സഹിഷ്ണുതയോടെ നിൽക്കണം. മത്തായിയുടെ സുവിശേഷം 10:22 എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ പേരിൽ നമ്മളെ അനേകം ആളുകൾ പീഡിപ്പിക്കും. നേരത്തെ നമ്മൾ ഇതെല്ലാം പറഞ്ഞാണ്. വിരോധമുണ്ടാക്കും, റിജക്റ്റ് ചെയ്യപ്പെടും, ഒറ്റപ്പെടുത്തും. ദൈവം നമ്മളോട് പറയുന്നത് ഇത് നമ്മൾ സഹിക്കണം എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ അനുഗാമിയാണെങ്കിൽ ലോകത്തിന് ഈ സുവിശേഷം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ്. കാരണം ഈ ലോകം മുഴുവൻ പിശാചിൻ്റെ അടിമത്തത്തിലായി അവൻ തെറ്റിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവിലൂടെയുള്ള സുവിശേഷം, കർത്താവിൽ നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ള മാർഗം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ലോകത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ്. ദൈവം നമ്മളെ വിശ്വസ്തരായിട്ട് ഇത് പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ നിത്യത നഷ്ടപ്പെടുകയാണ്. സ്നേഹത്തോടു കൂടി അവരെ ദൈവത്തിലേക്ക് നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. നേരത്തെ ഇവാഞ്ചലിസവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ എങ്ങനെ വേല ചെയ്യുക എന്ന് പറയുന്ന സീരീസിനകത്ത് നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നതും ഒരു ബഗർ, ഒരു കുഷ്ഠരോഗി വേറൊരു കുഷ്ഠരോഗിയോട് പറയുന്ന കാര്യവും എല്ലാം നമ്മൾ എടുത്ത് സംസാരിച്ചതാണ്. നമ്മൾ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടല്ല അനുഗ്രഹമായിട്ടുള്ളൊരു ജീവൻ ദൈവം പ്രദാനം ചെയ്തിട്ട് നമ്മുടേതായിട്ട് അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സെൽഫിഷാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രവുമല്ല, ഇത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴേ, ഇത് കുറച്ച് പേർക്കേ അറിയാവൂ, ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഈ ശക്തി, ദ ഡുനാമിസ് പവർ, ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഇമ്പാർട്ട് ഗോഡ്സ് ലവ് ഇൻ അവർ, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിലേക്ക് വന്നു ചേരുകയാണ്. ഈ ഡുനാമിസ് പവർ നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാലേ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങ് എക്സ്പ്ലോഡ് ചെയ്യും, നമ്മൾ പൊട്ടിത്തെറിക്കും. ഇന്ന് നമുക്കറിയാം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഹേറ്റ്രഡുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വിശ്വസ്തയോട് പ്രാർത്ഥിക്കുക, സഹിക്കുക, ഷെയർ ചെയ്യുക. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് ഒരു യോഗ്യതയാണ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു യോഗ്യതയാണ്. അതുകൊണ്ട് കഷ്ടതയുണ്ട്, പീഡനമുണ്ട് എന്ന് പറഞ്ഞ് പെരയ്ക്കാതിരിക്കാനായിട്ടല്ല ഉദ്ദേശിക്കേണ്ടത്. നമ്മൾ വിശ്വസ്തയോടുകൂടി സഹിഷ്ണുതയോടുകൂടി ഈ പെർസിക്യൂഷനെ നേരിടുക തന്നെ വേണം. നമ്മുടെ ആദിമ പിതാക്കന്മാരത് നേരിട്ടിട്ടുണ്ട്. നമുക്ക് ദൈവം വലിയൊരു റിവാർഡ് അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു കാര്യമാണ്. നമ്മളെ നമ്മുടെ ഈ ലോകത്തിലെ കാണുന്ന ലോകത്തിലുള്ള ചിന്തകളിന് അതീതമാണിത്. ലോകക്കാരെ പോലെ ഈ ലോകത്തിലുള്ളതിനകത്ത് മാത്രം ചിന്തിച്ചിരുന്നാൽ ഇതിനെക്കുറിച്ചൊന്നുമില്ല. എൻ്റെ കാര്യം നടന്നു, എൻ്റെ വീട്ടുകാരുടെ കാര്യം നടന്നു എന്നതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മഹത്വപരമായിട്ടുള്ള ശുശ്രൂഷ നിങ്ങളെയും എന്നെയും ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ വെച്ചാൽ പോരാ, അത് നമ്മൾ പ്രകടമാക്കുകയും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ആ സ്നേഹത്തിലേക്ക് നടത്തുകയും ചെയ്യണം. ചിലപ്പോൾ അവർക്കതൊരു ഹേറ്റഡ് ആയിരിക്കാം. എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിനാൽ അതേ സ്നേഹം നമ്മളെ മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കേണ്ടതാണ്. സോ ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് എൻഡുറൻസ് ഇൻ പെർസിക്യൂഷൻ. രണ്ടാമത്, വി ഷുഡ് റിജോയ്സ് ഇൻ പെർസിക്യൂഷൻ. നമ്മൾ സന്തോഷിക്കണം. മത്തായി 5:11-12 വാക്യങ്ങളിൽ എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതാവുണ്ട്, സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേയുള്ള പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുള്ളൂ. അതുകൊണ്ട് സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിജോയ്സിങ് ഇൻ പെർസിക്യൂഷൻ. നമ്മുടെ പ്രതിഫലം
വലുതാണ്. നമ്മുടെ പ്രതിഫലം വലുതാണ്. നേരത്തെ പ്രതിഫലത്തെക്കുറിച്ച് ഒരു 1-2 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിച്ചാൽ നമുക്ക് ഏത് രീതിയിലുള്ള പ്രതിഫലമാണ് ദൈവം തരുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാനായിട്ടാണ് പറയുന്നത്. ഇന്ന് ഈ പാസ്റ്റേഴ്സിനെയും സുവിശേഷരെയും ഒക്കെ പീഡിപ്പിക്കുമ്പോൾ അവർ റിറ്റാലിയേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? പെർസിക്യൂഷൻ ഇന്ന് ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജീവൻ മുഴുവൻ നമ്മൾക്ക് തന്നതിന് പകരമായി ഉപകാരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് കർത്താവിൻ്റെ കാര്യം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയൊക്കെ പെർസിക്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം സഭകൾ വളർന്നിട്ടുണ്ടായിട്ട് കാണാം. ചൈനയിലൊക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ധാരാളമുണ്ട്. അവിടെ പെർസിക്യൂഷൻ ഒരുപാടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കൺട്രിയായ ചൈനയിൽ ഒരുപാട് പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പെർസിക്യൂഷൻ ഉള്ളിടത്തെല്ലാം സഭ വളരുന്നുണ്ടായിട്ട് കാണാം. സ്റ്റിൽ ഇന്ത്യയിലും പെർസിക്യൂഷൻ ഉണ്ടെങ്കിൽ സഭ കണ്ടുപോകാനും വളരും. അത് പെർസിക്യൂഷനെ കുറിച്ച് നമ്മൾ പഴിയാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും. എൻ്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാം തിന്മയായും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു ഭാഗ്യാവസ്ഥയാണത്. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അതുകൊണ്ട് പെർസിക്യൂഷൻ ഈസ് ദ പ്രൂഫ് ദാറ്റ് ഗീവ്സ് എ സ്ട്രെങ്ത് ടു കണ്ടിന്യൂ. നമുക്ക് മുമ്പോട്ടുള്ള സ്ട്രെങ്ത് തരുന്ന പെർസിക്യൂഷനാണ്. അത് പെർസിക്യൂഷൻ ഉണ്ടെങ്കിൽ വി ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് നമുക്ക് പറയാം. നമുക്കറിയാമല്ലോ, ക്രിസ്തീയ മഹത്വം, ക്രിസ്തീയ ദൗത്യവും ഒക്കെ കാണപ്പെടുന്നത് കോംപ്രമൈസിലല്ല, ഒഴുക്കിനെതിരെ നീന്തുന്നതിലാണ്. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ കഷ്ടപ്പാടുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒഴുക്കിനോട് കൂടെ നീന്തുന്നതല്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ആ സ്ട്രെങ്ത് എവിടെ നിന്നാണ് തരുന്നത്? ദൈവം തരുന്ന സ്ട്രെങ്താണ്. അല്ലാതെ കാണുന്നതിനോടെല്ലാം കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോഴേ ഒരു പ്രശ്നവുമില്ല, ഒരു പെർസിക്യൂഷനും ഇല്ല, ഒന്നുമില്ല. ആ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ട്രാക്കിലല്ല പോകുന്നത്. അതുകൊണ്ട് പെർസിക്യൂഷൻ ഉള്ളിടത്ത് റൈറ്റ് ട്രാക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ട് വി ആർ ഡൂയിങ് ദ മിഷൻ ഗോഡ് ഗിവൺ അസ്. ദൈവം തന്നിരിക്കുന്ന മിഷൻ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. സോ റിജോയ്സിങ് ഇൻ പെർസിക്യൂഷനിൽ നമ്മൾ റിജോയ്സ് ആകുക എന്നുള്ളത് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പെർസിക്യൂഷൻ വരുമ്പോഴേ വി ഷുഡ് സറണ്ടർ ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുക. 2 കൊരിന്ത്യർ 12:9-10 വരെയുള്ള വാക്യങ്ങൾ, പൗലോസിൻ്റെ ജഡത്തിലൊരു ശൂലം ഉണ്ടായി അത് വിട്ടുപോകണം എന്ന് വെച്ച് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചപ്പോഴേ കർത്താവ് പൗലോസിനോട് പറഞ്ഞ കാര്യമാണ്. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തിമേൽ എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ക്രിസ്തുവിന് വേണ്ടി ഈ ത്യാഗങ്ങളെല്ലാം സഹിപ്പാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബലഹീനതകൾ വരുമ്പോഴേ എൻ്റെ കൃപ നിനക്ക് മതി, കർത്താവിൻ്റെ കൃപ നമ്മൾ കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ബലഹീനതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കൂടുതൽ സമർപ്പണ മനോഭാവം നമുക്കുണ്ടാവും. ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കും. കാരണം എന്താണ്? ഈ പീഡനങ്ങളെല്ലാം നമുക്ക് വരുന്നതുകൊണ്ട് കർത്താവിൻ്റെ കൃപ നമ്മളെ കവർ ചെയ്യും. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസ്, അൺമെറിറ്റഡ് ഫേവർ. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ഫേവർ. കാരണം ദൈവം എല്ലാം അറിയുന്നു, അവനാണ് എല്ലാം സസ്റ്റെയിൻ ചെയ്യുന്നത്, അവനാണ് എല്ലാം നിലനിർത്തുന്നത്. നമ്മുടെ ഹെൽപ്ലെസ്നെസ്സിന്, നമ്മളെ സഹായിക്കാൻ കഴിയാത്തതിൽ അവൻ്റെ കൃപ കാണുന്നു. ഹെൽപ്ലെസ്നെസ് ആൻഡ് ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് സഹായിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം, നമുക്കെന്ന് വെച്ചാൽ ബലഹീനമായിരിക്കുന്ന സാഹചര്യം, അവിടെ കൃപ. ഇത് രണ്ടും ഓപ്പോസിറ്റായിട്ടുള്ള എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഒരു ഫീൽഡിൽ അട്രാക്റ്റ് ചെയ്യുന്ന, ഓപ്പോസിറ്റായിട്ടുള്ളതിന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. എന്ന് പറയാൻ ഒരിടത്ത് ഹെൽപ്ലെസ്നെസ് ഉണ്ടെങ്കിൽ മറ്റിടത്ത് കൃപ വന്ന് അത് കവർ ചെയ്യും. അതാണ് ഹെൽപ്ലെസ്നെസ് ഉള്ളത് ഒരു രീതിയിൽ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൃപ വർദ്ധിക്കും. ചില ആളുകളൊക്കെ അവരുടെ വിധിയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ വിധിയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ദേഹി മനസ്സിൻ്റെ ഒക്കെ ഉള്ള കപ്പിത്താനൊന്നുമല്ല നമ്മൾ കർത്താവിൻ്റെ സ്ട്രെങ്ത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ആവുകയും
നമ്മൾ അവൻ്റെ സത്യത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ഇന്നബിലിറ്റീസ്, നമ്മുടെ കഴിവില്ലായ്മയെല്ലാം അവൻ വന്ന് കവർ ചെയ്ത് അതെടുത്ത് ഉപയോഗിക്കും. ഇത് ഞാൻ പറഞ്ഞത് ഇൻവിക്ടസ് എന്ന് പറഞ്ഞ വില്യം ഏണസ്റ്റ് ഹെൻലി എന്ന് പറഞ്ഞ ആളുടെ പോയത്തിൽ നിന്നുള്ള ഭാവമാണ് ഞാനിപ്പം പറഞ്ഞത്. നമ്മൾ അതുകൊണ്ട് ഫെയ്റ്റിനെയോ നമ്മുടെ സോളിൻ്റെ ക്യാപ്റ്റൻസിയോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. കർത്താവിൻ്റെ സ്ട്രെങ്ത്, അവൻ്റെ ഡിപ്പെൻഡൻസി, അവനിലുള്ള ഡിപ്പെൻഡൻസി, അത് നമ്മുടെ പേഴ്സണൽ വീക്ക്നെസ്സസിനെയും നമുക്ക് കഴിവില്ലായ്മയും കവർ ചെയ്യുവാനായിട്ട് സാധ്യമാക്കി തീർക്കും എന്ന് ആ ഇൻവിക്ടസ് എന്നുള്ള പോയത്തിൽ ഈ വില്യം ഏണസ്റ്റ് ഹെൻലി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഞാൻ ഈ തരുണത്തിൽ കോട്ട് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് വിധേയപ്പെടുകയും അവനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് ഈ പെർസിക്യൂഷൻ നമ്മളെ സഹായിക്കും. പെർസിക്യൂഷനിൽ നമ്മൾ കർത്താവിനോട് കൂടുതൽ ഈൽഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നാലാമത് പറയുന്നത് പ്രേയിങ് ഫോർ പെർസിക്യൂട്ടേഴ്സ് ആൻഡ് എനിമീസ്. നമുക്ക് ചെയ്യാൻ വരുന്നത് പെർസിക്യൂഷനെ നമ്മുടെ റിറ്റാലിയേറ്റ് ചെയ്യുന്ന ഏത് രീതിയിലാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധയോട് കേൾക്കുക. മത്തായി 5-ന്റെ 43 മുതൽ 48 വരെ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്യാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. ഇവിടെ നിങ്ങളുടെ എനിമീസിനെ, ശത്രുക്കളെ സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കാനാണ് പറയുന്നത്. നമ്മൾ അവരെ അനുഗ്രഹിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ അവരെ അറിയാതെ തന്നെ അവരുടെ രക്ഷയിലേക്ക് അവരെ വഴി നടത്തുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. അത് ഈ ദൈവത്തിൻ്റെ സൽഗുണപൂർണ്ണൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ, ദൈവത്തിൻ്റെ ആ പെർഫെക്ഷൻ, എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണത അവനിൽ വന്നതുപോലെ നിങ്ങളും അതേ പൂർണ്ണത ആഗ്രഹിക്കും. അങ്ങനെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ പകരം സ്നേഹിക്കുക. അതെല്ലാവരെയും ചെയ്യാൻ പറ്റുന്നതാണ്. അവരെ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ എന്താണ്? അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങളോട് എതിരായി നിൽക്കുന്നവരെ, നിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുന്നവരെ ദൈവം സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും അവരെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സൽഗുണപൂർണ്ണത നിങ്ങളിലേക്ക് പകരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് പ്രേയിങ് ഫോർ പെർസിക്യൂട്ടേഴ്സ് ആൻഡ് എനിമീസ്, ശത്രുക്കളെ സ്നേഹിക്കുക, അതുപോലെ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് വലിയൊരു കാര്യമാണ്. 5-ാമത്തെ കാര്യം പറയാനായിട്ട് അതിനകത്ത് ഉദ്ദേശിച്ചത് യൂണിറ്റി ആൻഡ് സപ്പോർട്ട് വിത്തിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള യൂണിറ്റി ആൻഡ് സപ്പോർട്ട് പീഡനത്തിന് എതിർത്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ പീഡനത്തോട് റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. എബ്രായർ 13:3 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. അതുകൊണ്ട് നമ്മളെ മാത്രമല്ല നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത്, പീഡനങ്ങൾ, ക്രിസ്തീയമായി ജീവിക്കുന്നവർക്കെല്ലാം പീഡനങ്ങളും കഷ്ടതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ തടവിലായിരിക്കുന്നവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഒരു യൂണിറ്റിയും സപ്പോർട്ടും പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുക. ഇത് ഈ സമയത്തും നമുക്ക് പീഡനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്കൊരിക്കലും ഷേക്ക് ചെയ്യാത്ത, ഒരിക്കലും കുലുങ്ങാത്ത വിശ്വാസവും സഹിഷ്ണുതയും നമുക്കുണ്ടാകും. അങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലായിട്ട് പീഡനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് സാത്താൻ കൊണ്ടുവരുന്ന പീഡനം? സാത്താനാണ് പീഡനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറഞ്ഞു. സാത്താൻ കൊണ്ടുവരുന്ന പീഡനം ഏത് രീതിയിലാണെന്ന് പറഞ്ഞു. അതിനെ ഏത് രീതിയിൽ നമ്മൾ പ്രതികരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ക്രിസ്തീയ മാർഗത്തിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് പീഡനം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളതിനകത്ത് റിജോയ്സ് ചെയ്തുകൊണ്ട്, നമ്മൾ സറണ്ടർ ചെയ്ത് കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കരുതുവാനും നമ്മളെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളതുകൊണ്ട് സഹിഷ്ണുത നമ്മൾ നിലനിൽക്കുക, പ്രത്യേകിച്ചും വിശ്വസ്തരായിട്ട് നമ്മൾ നിലനിൽക്കുക. നമ്മൾ വാക്കുകളാൽ
ആരെയും ശപിക്കുകയോ പ്രാകുകയോ ചെയ്യുകയല്ലാതെ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ യൂണിറ്റി ഇതിനു വേണ്ടി ചേർന്ന് ഈ വിശ്വാസ സമൂഹം ചേർന്നിരുന്ന് ഈ പീഡനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന് സംസാരിച്ചത്. തീർച്ചയായും ഈ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീരട്ടെ. കൂടുതലായിട്ട് മിഷൻ ഏജൻസികളെ മിഷണറി പ്രവർത്തനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് കുറേ കൂടി പ്രയോജനമായി തീരും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രതിഫലത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു എപ്പിസോഡ് ഉണ്ട്. നമുക്ക് ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് ദൈവം വിശകലനം ചെയ്യുന്നതാണ്. അന്നേരം ഈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിന് മാത്രമേ റിവാർഡുള്ളൂ, അല്ലാത്തത് യൂസ്ലെസ് ആയിട്ടുള്ളതിന് യാതൊരു റിവാർഡും ഇല്ല, അതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് പ്രോഫിറ്റബിളായിട്ടുള്ള റിവാർഡ്സ് നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അതനുസരിച്ച് ഇങ്ങനെയുള്ള കഷ്ടതയിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് കഷ്ടത വരുമ്പോഴത്തേക്ക് നമുക്കൊന്നുമില്ല, അല്ല നമ്മൾ ജീവിതം എല്ലാം പോയി എന്നുള്ളതല്ല, ദൈവത്തെ അത് ഓർത്ത് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോഴേ ദൈവം അതിൽ കൂടിയൊക്കെ നമ്മളെ കടത്തിവിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം നടത്തിയെടുക്കും. ഈ ചിന്തകളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പിശാചി ഞങ്ങൾക്ക് പീഡനങ്ങളെ പ്രയാസങ്ങളെ കൊണ്ടുവരുമ്പോഴേ ദൈവമേ അതിൽ നിന്ന് അതിജീവിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളുമൊക്കെ ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവെ, പ്രാർത്ഥിപ്പാനായിട്ട്, നിന്നിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുവാനായിട്ട്, വിശ്വസ്തരായിരിക്കാനായിട്ട്, കർത്താവെ അതിൽ റിജോയ്സ് ചെയ്യുവാനായിട്ട്, മറ്റുള്ള കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ടുമൊക്കെ ഉള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തരണമേ. ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ കരുതുകയും ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ അവരെ രക്ഷാമാർഗത്തിലേക്ക് നടത്തുന്നു എന്നതിൻ്റെ വചനത്തിലുള്ള ഓർത്ത സ്തോത്രം. അത് ഞങ്ങളെ ചെയ്യുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളെ വിവാഹം നടക്കാത്ത ചില കുടുംബങ്ങളിലെ ഉള്ള പ്രയാസങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം നാളുകളായിട്ട് കല്യാണമൊക്കെ ആലോചിച്ചിട്ടും പലതരമായ തടസ്സങ്ങളാൽ കർത്താവെ കല്യാണം നടക്കാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ കർത്താവെ ആ ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ, പുരുഷനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ചിന്തിച്ച് കുടുംബങ്ങളായി നീ ആക്കിയിരിക്കുമ്പോൾ അതിൽ നിന്ന് കർത്താവെ വ്യതിചലിച്ച് നിൽക്കുന്ന ചില ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ദൃഷ്ടി ആ ഭവനത്തിലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നോക്കണം കർത്താവേ, നീ എല്ലാവരെയും നോക്കുന്നു, എൻ്റെ കൺപോളുകൾ ദർശിക്കുന്നു, മനുഷ്യത്വന്മാരെയൊക്കെ ശോധന ചെയ്യുന്നു. നീ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആ ഭവനത്തിൽ നിന്ന് ദൃഷ്ടിയിരിക്കട്ടെ. അവിടെ കർത്താവെ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരേജൊക്കെ മാറിയിരിക്കുന്നതൊക്കെ കർത്താവെ പ്രപ്പോസലൊക്കെ തിരിച്ചു വന്നതൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ചില കുടുംബങ്ങളെ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, വലിയ ക്രിയേറ്റീവായിട്ടുള്ള മിറക്കിൾ അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബയോളജിക്കലായിട്ടും ശാസ്ത്രപരമായിട്ടും ചിന്തിക്കുന്നതിനുപരിയായിട്ട് ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത ആ ഭവനത്തിലെ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് വരട്ടെ എന്ന് ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ അത്ഭുതങ്ങൾ നടത്തണം കർത്താവെ. അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഭവനത്തിൽ നല്ല നല്ല വാർത്തകൾ വരുവാൻ കർത്താവെ നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. അടഞ്ഞിരിക്കുന്ന ഗർഭത്തെ തുറന്ന കർത്താവ്, കർത്താവെ എന്ത് കർത്താവെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്ത് കർത്താവെ അവരെ വിടുവിക്കുകയും അനുഗ്രഹങ്ങൾ നന്മകൾ വർഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ തുടർന്ന് ഇത് വാച്ച് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ അതിനകത്തുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജുകൾ അയക്കുകയോ അല്ലെങ്കിൽ പ്രെയർ റിക്വസ്റ്റ് അയക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ചാലും അത് അറ്റൻഡ് ചെയ്യുന്നതാണ്. പ്രാർത്ഥന റിക്വസ്റ്റ് ഫോണിൽ കൂടി അറിയിച്ചാലും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.